തിരിച്ചു വരുമെന്നുള്ള ഒരു കാര്യമുണ്ട്. ഇവിടെ എല്ലാവരും എൻ്റെ ഇവിടെ തന്നെ യൂണിവേഴ്സ് സ്റ്റാർട്ടായിട്ടുണ്ട്. പുതിയ യൂണിവേഴ്സ് സ്റ്റാർട്ട് ചെയ്യട്ടെ. അത് യൂണിവേഴ്സ് ആർ വെരി എക്സൈറ്റഡ് ടു സീ. ലാസ്റ്റ് കണ്ട സ്നീക്ക് വീക്കും ദാറ്റ് ഈസ് വെരി എക്സൈറ്റിംഗ്. റിയലി എൻജോയ്ഡ് ഇറ്റ്. ആൻഡ് ഒരിടത്തും ഒരു ലാഗേ ഇല്ലായിരുന്നു. ഞങ്ങളൊരു ഫാമിലിയായിട്ട് വന്നതാണ്. ആക്ച്വലി ഞാൻ കുവൈറ്റിൽ നിന്ന് വന്നാണ് ഇത് കാണാൻ വേണ്ടി. പോളിൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്. വി റിയലി എൻജോയ്ഡ് ദ മൂവി ആൻഡ് വി റിയലി അപ്രീഷിയേറ്റ് ദ ഹാർഡ് വർക്ക് ദാറ്റ് ദേ ഓൾ പുട്ട് ഇൻ. ലെറ്റ് ഗോഡ് ബ്ലെസ്. ആൻഡ് നിങ്ങളെല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾ ഈ എഫേർട്ട് എടുക്കും, ധൈര്യമായിട്ട് എടുക്കും, ഉറപ്പായിട്ട് എടുക്കാം. ഞാൻ കുറേ നാളെ ഞാൻ തിയേറ്ററിൽ പോയി ഒരു മൂവി കാണുന്നത് തന്നെ 100%. ഐ മീൻ എൻ്റെ മോൻ കണ്ടിട്ടെന്ന് തോന്നുന്നു നിങ്ങൾ ഇതിൽ കൂടുതൽ ഹൗ ക്യാൻ ഐ ബി മോർ ഹാപ്പിയർ ദാൻ ദിസ്. ഓൾ ദി ബെസ്റ്റ്. And I think it's right up my alley. Superhero elements, those funny element, and there was that thriller effect also. So loved that. Absolutely. Tagarthu, Polichadaki was so great. That whole theatre experience, 100%. Yeah, thank you. ആദ്യമായിട്ട് ഒരു ഫുൾ പടം ഇരുന്ന് കാണുന്നത്. അപ്പോൾ എനിക്ക് ഇഷ്ടമായി. കുഴപ്പമില്ല, നല്ലതാണ്. ആക്ഷൻ ഈ ശരീരം വെച്ച് പറ്റില്ല. അത് സിരിച്ചേട്ടൻ ആക്ഷൻ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം. പക്ഷെ രസമുണ്ട്. തിയേറ്റർ വാച്ച് ഒരു സാധനമുണ്ട്. അത് എനിക്ക് ഫസ്റ്റ് ഹാഫിനേക്കാളും സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടെ സ്വാഭാവികമായിട്ട് സിനിമയുടെ ഒരു സെക്കൻഡ് ഹാഫാണ് നമ്മൾ എൻഗേജ് ചെയ്യുമ്പോൾ നിർത്തേണ്ടത്. ആ രീതിയിലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ എനിക്കൊന്നൊരു നാളത്തെ അഭിപ്രായം ആൾക്കാർ കണ്ടിട്ട് അവരുടെ അഭിപ്രായം പറയട്ടെ. എനിക്ക് പേഴ്സണലി സെക്കൻഡ് ഹാഫ് ഇഷ്ടമായി. അല്ല, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. കോൺഫിഡൻസിന്റെ ഭാഗമായിട്ടാണോ? അല്ല, അത് അവര് കണ്ടിട്ട് അവർക്ക് തോന്നിയിട്ട് അവരിട്ടതാ. അതുമായിട്ട് എനിക്ക് യാതൊരു ബന്ധമില്ല. പക്ഷേ പടം ഒരു ക്വാളിറ്റി, ഞാൻ പറഞ്ഞ പോലെ ഒരു ക്വാളിറ്റി സിനിമ എന്നുള്ള ഇതിൽ ടെക്നിക്കലി പുതിയ ആൾക്കാരാണ്. ഞാൻ പറഞ്ഞില്ല, പുതിയ DOP, പുതിയ ഡയറക്ടേഴ്സ്, എല്ലാം പുതിയ ചമ്മനം ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി ടെക്നിക്കൽ ടീമൊക്കെ പുതിയ ആൾക്കാരാണ്. അപ്പോൾ പുതിയ ആൾക്കാരുടെ സിനിമ എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നു ആൾക്കാർ കണ്ട് വന്ന് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഗുഡ്. ആ രീതിയിൽ എനിക്ക് തോന്നുന്നു വീക്കെൻഡിൻ്റെ ബാനറിൻ്റെ ഒരു സിനിമ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്. അതിനെന്തായാലും മീറ്റ് ചെയ്യും തന്നെയാണ് ഒരു കോൺഫിഡൻസ്. സോ ഫാർ ഗുഡ്. ഉജ്ജലിന്റെ വീണ്ടും ഒരു വരവും കൂടെ ഉണ്ടാവും. അറിയില്ല. യൂണിവേഴ്സ് ഇപ്പോൾ ഇതിൻ്റെ പോസ്റ്റ് ക്രെഡിറ്റിലൊരു സീനോടെ കാണിച്ചിട്ടുണ്ട് ഒരു പടത്തിൻ്റെ, ഇവരുടെ അടുത്ത സിനിമയുടെ. അപ്പോൾ അതിൽ ഇനി പറയാൻ പറ്റില്ല. ഇത് നന്നായി വരുവാണെങ്കിൽ മേ ബി അതിനകത്ത് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ കണ്ടവരൊക്കെ അത്യാവശ്യം നന്നായി നല്ല അഭിപ്രായം പറഞ്ഞു. ബാക്കി നാളെ കാണാം തിയേറ്ററിൽ സിനിമ എങ്ങനെ ആൾക്കാർ ഇങ്ങനെ സ്വീകരിക്കുന്നത് അതുപോലെ. ഓക്കെ കേട്ടോ. ബാക്കി നാളെ അവിടെ അടിപൊളി. നമ്മൾ തന്നെ ചെയ്ത പടമാണ്. എന്തായാലും ഒരുപാട് സന്തോഷം. ഇതുപോലെ ഒരു വലിയ ബാനറിൻ്റെ പടത്തിലൊരു ചെറിയ വിഷയമാണെങ്കിൽ ചെയ്യാൻ സാധിച്ചതിൽ എല്ലാവരും പടം തിയേറ്ററിൽ വന്ന് കാണാൻ. നാളെ 23-ാം തീയതി തിയേറ്ററുകളിൽ നമ്മുടെ പടമുണ്ട്. എല്ലാവരും കണ്ട് റിവ്യൂസ് അറിയിക്കാം. താങ്ക് യു. എന്താ നല്ല പടമുണ്ടോ? പ്രത്യേകിച്ച് ഇതിലുള്ള ഒരുവിധമുള്ള എല്ലാവരും നമുക്ക് വേണ്ടപ്പെട്ട സുഹൃത്തുക്കളാണ്. അപ്പോൾ അവരുടെ പെർഫോമൻസ് എല്ലാം നല്ല രീതിയിൽ അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ പടം എന്തായാലും വിജയിക്കും. ഞാൻ മാക്സിമം നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടാണ്. നല്ല പടം വന്നിട്ടുണ്ട്. എല്ലാവരും വന്ന് കണ്ട് ഇതൊരു വലിയ സപ്പോർട്ട് ചെയ്യണം. അതെ, ഇപ്പോൾ ഒന്നും ചർച്ചയിലില്ല. ആക്ച്വലി നമ്മളിപ്പം വേറെ പ്രോജക്ട്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. അതുമായിട്ട് മുമ്പോട്ട് പോവുക. കണ്ടല്ലോ നിങ്ങൾ, നെക്സ്റ്റ് വരാൻ പോകുന്ന കണ്ടല്ലോ. അതെ അതെ. താങ്ക് യു. നല്ല അഭിപ്രായമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നല്ല എന്താ പറയുക, പ്രശംസിച്ചുകൊണ്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാവരുടെയും ക്യാരക്ടേഴ്സ് നല്ല ഭംഗിയായിട്ടുണ്ടെന്നുള്ളതാണ് പറയുന്നത്. സന്തോഷം. കാരണം നമ്മൾ എടുത്ത എഫേർട്ട് ഒരു കളക്റ്റീവായിട്ടുള്ളൊരു എഫേർട്ടാണല്ലോ. അപ്പോൾ അത് ഓരോ സിനിമ തിയേറ്ററിൽ വന്ന് വിജയിക്കുമ്പോൾ അതിൽ നിൽക്കുന്ന എല്ലാവർക്കും തന്നെ ഗുണകരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. അതെ, ആദ്യമായിട്ടാണ് ധ്യാനായിട്ടൊരു കോമ്പിനേഷൻ ചെയ്തത്. ഭയങ്കര സന്തോഷമുണ്ട്. എനിക്കിത് ഹിറ്റാവുമെന്ന് ഉറപ്പായിരുന്നു. കാരണം ഞാൻ നെപ്പോ കിഡ്സിൻ്റെ കൂടെ ചെയ്തേക്കുന്ന സിനിമകളൊക്കെ ഹിറ്റാണ്. ഇപ്പോൾ ആദ്യം ആയിക്കോട്ടെ, വരണ ആവശ്യമുണ്ട്, ദുൽഖറിൻ്റെ കൂടെ ചെയ്തു, ആദിയിൽ പ്രണവൻ്റെ കൂടെ ചെയ്തു, ഇപ്പോൾ ധ്യാനിൻ്റെ കൂടെ ചെയ്തു. എൻ്റെ ആദ്യത്തെ സിനിമ മലർവാടി ആർട്സ് ക്ലബ്ബ് ധ്യാനിൻ്റെ നെപ്പോ ചേട്ടൻ്റെ കൂടെ ചെയ്തു. അത് ഇതെല്ലാം ഹിറ്റായിരുന്നു. പിന്നെ നമ്മൾ സ്ക്രീൻ പ്ലേ കേട്ടിട്ടാണല്ലോ സിനിമ എടുക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നല്ല ഗ്രിപ്പിംഗ് ആയിട്ടുള്ളൊരു സ്ക്രീൻ പ്ലേയും കാര്യങ്ങളായിരുന്നു. എൻ്റെ ഡയറക്ടേഴ്സ് പുതിയ ആൾക്കാരാണ്. ഇന്ദ്രനീൽ ആൻഡ് രാഹുൽ, രണ്ടുപേരും വിസ്ലിംഗ് വുഡ്സ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഇതാണ്. അവരുടെ എന്താ പറയുക, സിനിമ പഠനം കഴിഞ്ഞ് നേരെ സിനിമ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ അവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരിക്കലും പുതിയ ആൾക്കാരാണെന്നോ ഒന്നും നമുക്ക് തോന്നില്ല. അത് സിനിമ തിയേറ്ററിൽ ഓഡിയൻസ് കണ്ടുകഴിയുമ്പോൾ അത് മനസ്സിലാവും. സിനിമ സെലക്ഷൻ ഇതിന് ശേഷം
നല്ലതാണെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതെനിക്കറിയില്ല, അത് അവൻ്റെ അടുത്ത് തന്നെ ചോദിക്കേണ്ടി വരും. അവൻ എനിക്ക് തോന്നുന്നു എന്താ പറയുക, അങ്ങനെ ഭീകരമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ല, സിനിമ എന്ന് പറയുന്ന ഒരു കളക്റ്റീവ് എഫേർട്ടാണ്. നമ്മൾ ഏത് വിജയിക്കും ഏത് വിജയിക്കില്ലെന്ന് പറയാൻ പറ്റില്ല. കാരണം എല്ലാവരും കൂടി ചേർന്നുണ്ടാക്കുന്നതാണ്, ഒരാളുടെ കയ്യിലല്ല. അപ്പോൾ ഞാനിപ്പോൾ ഭയങ്കര ഗംഭീരമായിട്ടുള്ളൊരു തിരക്കഥെടുത്താലും അത് ചിലപ്പോൾ എന്താ പറയുക എക്സിക്യൂട്ട് ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ പാളിപ്പോവാം. അങ്ങനെ പലപ്പോഴും സംഭവിക്കാറുണ്ട്. അപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. അതിപ്പോൾ ധ്യാൻ പോകുന്ന റൂട്ട് എന്താ പറയുക അയാളുടെ റൂട്ടാണ്, ആ റൂട്ട് അങ്ങനെ തന്നെ പോട്ടെ എന്നാണ് പറയാനുള്ളത്. അയാളുടെ അടുത്ത് ചോദിക്കും. പിന്നെ എല്ലാം പൈസയ്ക്ക് വേണ്ടിയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ ക്വാളിറ്റി സ്ക്രീൻ പ്ലേ കേട്ടിട്ട് തന്നെ തീരുമാനിച്ചെന്തായിരിക്കും. എല്ലാം അങ്ങനെ ആയിരിക്കണമെന്നില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ സിനിമകൾ വർക്ക് ആവുന്നുണ്ടല്ലോ അവൻ്റെ. അപ്പോൾ ബാക്ക് ടു ബാക്ക് സിനിമകൾ ചെയ്യുന്നത് നല്ലതാണ്. കാരണം യൂസ്ഡ് ഭയങ്കര എഫേർട്ട്ലെസ് ആയിട്ട് അഭിനയിക്കുന്നുണ്ട്. അതാണ്.